ഹായ് എല്ലാ കൂട്ടുകാർക്കും സനു വ്ളോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 2024 മോഡൽ XUV 3XOന്റെ AX7 ലക്ഷറി എന്ന് പറഞ്ഞ ടോപ്പ് എൻഡ് വേരിയന്റ് ആണ്. ഈ കോമ്പാക്ട് SUV സെഗ്മെന്റിൽ ഒരു കംപ്ലീറ്റ് പാക്കേജ് എന്ന് നമുക്ക് ഈ വാഹനത്തിന് വിളിക്കാം. കാരണം ഇതിനകത്ത് പെട്രോളും ഡീസലും അവൈലബിൾ ആണ്, ഓട്ടോമാറ്റിക്കും മാനുവലും അവൈലബിൾ ആണ്. ഈ കോമ്പാക്ട് SUV സെഗ്മെന്റിലെ മോസ്റ്റ് സേഫസ്റ്റ് കാറും ഈ XUV 3XO തന്നെയാണ്. അപ്പോൾ ഈ വാഹനത്തിൽ എന്തെല്ലാം ഫീച്ചേഴ്സാണ് കൊടുത്തിരിക്കുന്നത്, എത്രയാണ് ഇതിൻ്റെ ഓൺ റോഡ് പ്രൈസ്, നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്ത് നോക്കാം. 3XOന്റെ എക്സ്റ്റീരിയർ ലുക്ക് ആൻഡ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ലുക്ക് നമ്മൾ എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ്. ഈ കോമ്പാക്ട് SUV സെഗ്മെന്റിലെ ഏറ്റവും വൈഡസ്റ്റ് കാർ ശരിക്കും XUV 3XO ആണ്. അത് നമുക്ക് അകത്ത് കയറുമ്പോൾ തന്നെ മനസ്സിലാവും, അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഇന്റീരിയർ ആണ് ഈ വാഹനത്തിന്. പിന്നെ ഈ ഒരു സെഗ്മെന്റിൽ വേണ്ട ഒരുവിധ എല്ലാ ഫീച്ചേഴ്സും ഈ വാഹനത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ ഒരു പ്രീമിയം വാഹനമായ XUV 700 AX5 വേരിയന്റിൽ വരുന്നതിന് അത്രയും ഫീച്ചേഴ്സ് ഈ ഒരു കോമ്പാക്ട് SUV കാറിൽ മഹീന്ദ്ര കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ എക്സ്റ്റീരിയർ എന്നുള്ള മറ്റ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ നമുക്ക് ഹെഡ്ലൈറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ LED പ്രൊജക്റ്റഡ് ഹെഡ്ലൈറ്റുകളാണ് കൊടുത്തിരിക്കുന്നത്. ഹൈ ബീമും ലോ ബീമും അതിനകത്ത് തന്നെ കൊടുത്തിരിക്കുന്നു. അതിനോട് ചേർന്ന് തന്നെ നമുക്ക് ആ LED DRL കാണാം. ഇതിൻ്റെ ഈ ടോപ്പിലെ പാട്ട് നമുക്ക് ഇൻഡിക്കേറ്റേഴ്സ് ആയിട്ട് ഫംഗ്ഷൻ ചെയ്യുന്ന രീതിയിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതിൻ്റെ താഴെ നമുക്ക് ഫോഗ് ലൈറ്റ് കാണാം. ഈ ഒരു ഫോഗ് ലൈറ്റ് നമുക്ക് AX7 ലക്ഷറിയിലും AX5 ലക്ഷറി എന്ന് പറഞ്ഞ രണ്ട് വേരിയന്റുകളിലും മാത്രമാണ് വരുന്നത്. അത് LED ഫോഗ് ലൈറ്റുകളാണ് കൊടുത്തിരിക്കുന്നത്. ആ ഫോഗ് ലൈറ്റിൻ്റെ ഒരു പൊസിഷൻ മുകളിലായതുകൊണ്ട് നമുക്ക് നൈറ്റിൽ അത്യാവശ്യം ബ്രൈറ്റ് ആയിട്ടുള്ള ഫോഗ് ലൈറ്റ് ആണിത്. അപ്പോൾ ഫോഗ് ലൈറ്റ് മാത്രം യൂസ് ചെയ്ത് നമുക്ക് വാഹനം ഡ്രൈവ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ നമ്മുടെ ഫ്രണ്ടിൽ ആ ഗ്ലോസി ബ്ലാക്ക് കളറിലുള്ള ആ ഗ്രില്ല് കാണാം. അതിനകത്ത് ആ മഹീന്ദ്രയുടെ പുതിയ ലോഗോ, ആ ഒരു സിൽവർ ഫിനിഷ് കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നു. 201 mm ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ് വരുന്നത്. അതിന് താഴെ ഒരു സിൽവർ സ്റ്റിൽ പ്ലേറ്റ് പോലെ ഒരു ഭാഗവും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇനി വശങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ കോമ്പാക്ട് SUV സെഗ്മെന്റിൽ 17 ഇഞ്ച് വീൽസ് ഓഫർ ചെയ്യുന്ന ഒരേ ഒരു വാഹനം XUV 3XO ആണ്. ഇത് 215/55 R17 ആണ് ടയർ സൈസ് വരുന്നത്. ഫ്രണ്ടിലും ബാക്കിലും ഡിസ്ക് ബ്രേക്കുകളാണ്. അത് ബേസ് വേരിയന്റിൽ കൊടുത്തിട്ടുണ്ട്. ഒരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷിൽ ഡയമണ്ട് കട്ട് അലോയ് വീൽസ് ആണ് വരുന്നത്. നടുക്ക് മഹീന്ദ്രയുടെ ഒരു ലോഗോ. ഇത് ഈ അലോയ് വീൽസ് കാണുമ്പോൾ നമുക്ക് ഇലക്ട്രിക് വാഹനങ്ങളുടെ അലോയ് വീൽസിനോട് പോലുള്ള അലോയ് വീൽസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇതാണ് ഓൾ ഓവർ വശങ്ങളിൽ നിന്നുള്ള ഒരു ലുക്ക്. നമുക്ക് മിറേഴ്സ് കാര്യങ്ങളെല്ലാം ഒരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷ് കൊടുത്തിരിക്കുന്നു. അതിനകത്ത് ഇൻഡിക്കേറ്റേഴ്സ് കാണാം. നമുക്ക് ടോപ്പിലായിട്ട് റൂഫ് റെയിൽസ് കൊടുത്തിരിക്കുന്നു. ഈ ടോപ്പ് എൻഡ് വേരിയന്റിൽ നമുക്ക് പനോറമിക് സൺറൂഫാണ് വരുന്നത്. ബാക്കിൽ നോർമൽ ആന്റിനിയാണ്. ഗ്ലാസുകളെല്ലാം പ്ലെയിൻ ഗ്ലാസുകളാണ് കൊടുത്തിരിക്കുന്നത്. ഈ വേരിയന്റിൽ നമുക്ക് കീലെസ് എൻട്രി പോലെയുള്ള എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട്. വശങ്ങളിൽ ശരിക്കും ഒരു ബ്ലാക്ക് ക്ലാഡിങ്സ് മൊത്തം ബാക്ക് വശം വരെ പോകുന്നുണ്ട്. ഈ ഒരു കളറായതുകൊണ്ട് നമുക്കത് എടുത്തറിയാത്തതാണ്. ഈ താഴെയായിട്ട് നമുക്ക് വേറെ സ്കിഡ് പ്ലേറ്റ് കാര്യങ്ങളൊന്നും തന്നെ ഉൾപ്പെടുത്തിയിട്ടില്ല. ബാക്കിൽ നിന്നുള്ള ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ഒരു ടോപ്പ് എൻഡ് വാഹനത്തിന് വേണ്ട എല്ലാ ഫീച്ചേഴ്സും ഇതിനകത്ത് വരുന്നുണ്ട്. ബാക്കിൽ ഇപ്പോൾ ഒരു ഹൈലൈറ്റ് ആയിട്ട് എല്ലാ വാഹനങ്ങളും കാണുന്ന ഒരു കണക്റ്റഡ് ടൈലൈറ്റ് കാണാം. ഇത് XUV 3XOന്റെ MX3 Pro വേരിയന്റ് തൊട്ടിട്ടാണ് ഈ കണക്റ്റഡ് ടൈലൈറ്റ് വരുന്നത്. ഇനി ടോപ്പ് എൻഡ് രണ്ട് വേരിയന്റുകളാണ് നമുക്ക് ബാക്കിൽ സ്പോയിലർ വരുന്നുള്ളൂ. അതിനകത്ത് തന്നെ നമുക്ക് ഹൈ മൗണ്ടഡ് സ്റ്റോപ്പ് ലാമ്പ് കൊടുത്തിട്ടുണ്ട്. നമ്മളുടെ മറ്റ് വേരിയന്റുകളിലെല്ലാം ഹൈ മൗണ്ടഡ് സ്റ്റോപ്പ് ലാമ്പ് അകത്തുനിന്നുള്ള രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ബാക്കിലെ ഗ്ലാസ് വൈപ്പർ ആൻഡ് വാഷർ ആൻഡ് ഡിഫോഗർ ഉള്ള ഗ്ലാസ്സുകളാണ്. ഇവിടെ AX7 എന്ന് പറയുന്ന ബാഡ്ജിങ് കാണാം. 3XO എന്ന് പറയുന്ന ബാഡ്ജിങ് കൊടുത്തിരിക്കുന്നു. ബാക്കിൽ നമുക്ക് രണ്ട് പാർക്കിംഗ് സെൻസേഴ്സാണ് വരുന്നത്. നമുക്കിവിടെ റിവേഴ്സ് ക്യാമറ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമുക്ക് ഈ ഒരു പോർഷൻ നമുക്ക് റിവേഴ്സ് ലൈറ്റ് ആയിട്ട് താഴെ ഫംഗ്ഷൻ ചെയ്യും. ഇത് സ്റ്റോപ്പ് ലൈറ്റ് ആയിട്ട് ഫംഗ്ഷൻ ചെയ്യുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. ഇനി ഇൻഡിക്കേറ്റേഴ്സ് നോക്കുകയാണെങ്കിൽ ഈ താഴത്തെ ഒരു പോർഷൻ നമുക്ക് ഇൻഡിക്കേറ്റേഴ്സ് ആയിട്ടും ഫംഗ്ഷൻ ചെയ്യുന്ന രീതിയിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇനി അതിന് താഴത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് റിഫ്ലക്ടേഴ്സ് കാണാം. ബാക്കിലൂടെ ഒരു സിൽവർ ഫിനിഷ് കൊടുത്തിരിക്കുന്നു. ഇവിടെ ബാക്കിലും ഒരു സ്കിഡ് പ്ലേറ്റ് പോലെ തോന്നിക്കുന്ന രീതിയിൽ ഒരു സിൽവർ ഫിനിഷ് കാണാവുന്നതാണ്. നമുക്ക് ബൂട്ട് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ലോഗോന്റെ നേരെ താഴെ ഹൈഡ് ചെയ്തിരിക്കുന്ന രീതിയിലാണ് ലോക്ക് കൊടുത്തിരിക്കുന്നത്. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ 363 ലിറ്ററിന്റെ വലിയ ബൂട്ടുകൾ കാണാം. ഇന്റീരിയർ ഫുൾ വൈറ്റ് കളറിലാണ് കൊടുത്തിരിക്കുന്നത്. അത് പെട്ടെന്ന് മുഷിയാനായിട്ടുള്ള സാധ്യതയുണ്ട്. പാഴ്സൽ ട്രേ കാണാനില്ല. നമുക്കിവിടെ ഒരു ബൂട്ട് ലൈറ്റ് കൊടുത്തിരിക്കുന്നു. ഒരു സബ് വൂഫറിൻ്റെ ഗ്രില്ല് കാണാനായിട്ട് പറ്റും. 60-40 സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റുന്ന സീറ്റുകളാണ്. സീറ്റിൻ്റെ ഫാബ്രിക്സ് എല്ലാം ഒരു ലെതർ വൈറ്റ് ഫിനിഷിലാണ് കൊടുത്തിരിക്കുന്നത്. 3 പേർക്കുള്ള അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് കൊടുത്തിരിക്കുന്നു. ഒരു 363 ലിറ്ററാണ് ഇതിൻ്റെ ബൂട്ട് സ്പേസ് വരുന്നത്. സ്പെയർ വീല് നോക്കുകയാണെങ്കിൽ ജസ്റ്റ് ബേസിക് ആയിട്ടുള്ള സ്പെയർ വീലാണ് കൊടുത്തിരിക്കുന്നത്. പഞ്ചർ എന്തെങ്കിലും ആവുകയാണെങ്കിൽ നെക്സ്റ്റ് സർവീസ് സെൻറ്റർ വരെ എത്തിക്കുക എന്നുള്ളത് മാത്രമാണ് ആ സ്പെയർ വീലിൻ്റെ ഉദ്ദേശം. ഇനി നമുക്ക് ഇന്റീരിയറിൽ നിന്നുള്ള ഫീച്ചേഴ്സ് നോക്കാം. ഇന്റീരിയറിലേക്ക് നോക്കുകയാണെങ്കിൽ വളരെ ലക്ഷൂറിയസ് ആയിട്ടുള്ള ഒരു ഇന്റീരിയർ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഫുൾ വൈറ്റ് കളറിലാണ് വരുന്നത്. റൂഫും സീറ്റും ബോട്ടം പാർട്ടും എല്ലാം വൈറ്റ് ഫിനിഷിൽ കൊടുത്തിരിക്കുന്നു. അത് പെട്ടെന്ന് മുഷിയാനായിട്ടുള്ള സാധ്യത കാണുന്നുണ്ട്. വീട്ടിൽ കുട്ടികളൊക്കെ ഉള്ളവരാണ് എങ്കിൽ ജാഗ്രത. ഇനി അകത്തേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് 10.25 ഇഞ്ചിൻ്റെ ഒരു ഇൻഫർടൈൻമെൻറ്റ് സ്ക്രീൻ കാണാം. ഒരു 10.25 ഇഞ്ചിൻ്റെ നമ്മളുടെ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ കൊടുത്തിരിക്കുന്നു. അത്യാവശ്യം വേണ്ട എല്ലാ ഫീച്ചേഴ്സും ഉള്ള ഒരു പ്രീമിയം ഇൻറ്റീരിയർ. ഇനി
ഡോർ പാഡിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ എല്ലാം ഒരു സോഫ്റ്റ് ടച്ച് മെറ്റീരിയലാണ് കൊടുത്തിരിക്കുന്നത്. അതെന്താണെങ്കിലും ഒരു ലെതർ ഫിനിഷിലാണ് വരുന്നത്. അതിനകത്ത് സ്റ്റിച്ചിങ് കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നു. അത് ഡോർ ഹാൻഡിൽസ് നമുക്ക് ആ ക്രോം ഫിനിഷിൽ കാണാം. നമ്മുടെ പവർ വിൻഡോയുടെ കൺട്രോൾ കാര്യങ്ങളെല്ലാം ഒരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷിലാണ് വരുന്നത്. മിറർ കൺട്രോൾ ചെയ്യാനും ഫോൾഡ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു. നമുക്ക് സ്പീക്കറുകളിൽ കൊടുത്തിരിക്കുന്നു. നമുക്ക് ഇവിടെ എല്ലാം കപ്പ് ഹോൾഡേഴ്സ് കാണാം. ഇനി ഡ്രൈവർ സീറ്റ് നമുക്ക് മാനുവലി ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഡ്രൈവർ സീറ്റുകളാണ് വരുന്നത്. ഒരു വൈറ്റ് ഫിനിഷിലുള്ള ലെതർ സീറ്റുകളാണ് ഇതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇനി നമുക്കിവിടെ ഹിൽ ഡിസൈൻ കൺട്രോളിൻ്റെ ബട്ടൺ കാണാം. എഞ്ചിൻ സ്റ്റോപ്പ് സ്റ്റാർട്ട് കൊടുത്തിരിക്കുന്നു. ഇത് നമ്മളുടെ പാർക്കിങ്ങിൻ്റെ ഒരു ബട്ടൺ നമുക്ക് കാണാനായിട്ട് പറ്റും. നമുക്കിവിടെ ഹെഡ്ലൈറ്റ് ലെവൽ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു. പെഡലുകൾ നമ്മൾ ശ്രദ്ധിക്കണം, ഒരു സിൽവർ ഫിനിഷിലാണ് വരുന്നത്. ഇത് ഡ്യുവൽ ടർബോ വേരിയൻ്റ് ആയതുകൊണ്ടാണ് ആ ഒരു സിൽവർ ഫിനിഷിലുള്ള പെഡലുകൾ കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഡെഡിക്കേറ്റഡ് ഡെഡ് പെഡലും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ത്യയിൽ നിന്നുള്ള ലുക്ക് ആൻഡ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ഈ സെഗ്മെന്റിലെ മോസ്റ്റ് ലക്ഷറിയസ് ആൻഡ് മോസ്റ്റ് ഫീച്ചറിസ്റ്റിക് ഇന്റീരിയറും നമുക്ക് ഈ വാഹനത്തിന്റെ ഇന്റീരിയറിനെ വിശേഷിപ്പിക്കാം. സ്റ്റിയറിംഗ് വീലിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു ലെതർ റാപ്പായിട്ടുള്ള റൗണ്ടഡ് സ്റ്റിയറിംഗ് ആണ്. ഫ്ലാറ്റ് ബോട്ടം ഒന്നും കൊടുത്തിട്ടില്ല. അതിനകത്ത് നടുക്കായിട്ട് നമുക്ക് ആ ഒരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷ് കൊടുത്തിരിക്കുന്നു. ടിൽറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ മാത്രമാണ് കൊടുത്തിരിക്കുന്നത്. ടെലസ്കോപ്പിക് കൊടുത്തിട്ടില്ല. ഇടതുവശത്തായിട്ട് നമുക്ക് മ്യൂസിക് ആൻഡ് ഫോൺ കൺട്രോൾസും വലതുവശത്ത് ക്രൂസ് കൺട്രോളിലും ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ കൺട്രോൾ ചെയ്യാനുള്ള ഓപ്ഷൻസും ഉൾപ്പെടുത്തിയിരിക്കുന്നു. നമുക്ക് ഇടതുവശത്തായിട്ട് വൈപ്പറിന്റെ കൺട്രോൾസും വലതുവശത്ത് ഹെഡ്ലൈറ്റിന്റെ കൺട്രോൾസും കാണാം. ഓട്ടോ ഹെഡ്ലൈറ്റ് ആൻഡ് ഓട്ടോ വൈപ്പേഴ്സും നമുക്ക് ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫുള്ളി ഡിജിറ്റൽ ആയിട്ടുള്ള 10.25 ഇഞ്ചിന്റെ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ ആണ് കൊടുത്തിരിക്കുന്നത്. അതിനകത്ത് അത്യാവശ്യം വേണ്ട എല്ലാ ഇൻഫർമേഷൻസും അറിയാം. നമുക്ക് സ്റ്റിയറിംഗ്, ഡയറക്ഷൻ ഉൾപ്പെടെയുള്ള ഫീച്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. ടയർ പ്രഷർ വാർണിംഗ് വരുന്നുണ്ട്. പിന്നെ നമുക്ക് ഇതിൽ 3 ഡ്രൈവ് മോഡുകൾ വരുന്നുണ്ട്. സിപ്പ്, സാപ്പ് ആൻഡ് സൂം എന്നും പറഞ്ഞ് ആ ഡ്രൈവ് മോഡുകൾ നമ്മൾ സെലക്ട് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ അനിമേഷൻസ് ചേഞ്ച് ചെയ്യുന്നത് കാണാൻ നല്ല ഭംഗിയാണ്. ഇപ്പോൾ സൂം സിപ്പിലേക്ക് ചേഞ്ച് ചെയ്യുന്നു. അത് റെസ്പോൺസ് ചെയ്യാൻ ചെറിയൊരു സമയം എടുക്കുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. സിപ്പ്, സാപ്പ് ആൻഡ് സൂം ഇങ്ങനെ 3 ഡ്രൈവ് മോഡുകളിലാണ് കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം വേണ്ട എല്ലാ ഇൻഫർമേഷൻസും ഉൾപ്പെടുത്തിയിരിക്കുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ. അതിനകത്ത് നമ്മുടെ മീഡിയയുടെ കൺട്രോൾസ് അറിയാനായിട്ട് പറ്റും. പിന്നെ ആവറേജ് ഫ്യൂൽ ഡിസ്റ്റൻസ്, ട്വൻറ്റി, അങ്ങനെ എല്ലാ ഫീച്ചേഴ്സും അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇനി സെൻട്രലിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു 10.25 ഇഞ്ചിന് ഇൻഫർടൈൻമെന്റ് സ്ക്രീൻ കാണാം. നല്ല ക്ലാരിറ്റിയുള്ള, നല്ല ടച്ച് റെസ്പോൺസ് ആയിട്ടുള്ള ഒരു സ്ക്രീനാണ് വരുന്നത്. ഇതിൽ നമുക്ക് ആ ഡ്രൈവ് മോഡിന്റെ ഫീച്ചേഴ്സ് അറിയാനായിട്ട് പറ്റും. ഇപ്പം നമ്മൾ ഡ്രൈവ് മോഡുകൾ ഇവിടെ സെൻട്രലാണ് സെലക്ട് ചെയ്യുന്നത്. നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ സിപ്പ്, സാപ്പ്, സൂം എന്നും പറഞ്ഞത് ചേഞ്ച് ചെയ്യുന്നത് കാണാനായിട്ട് പറ്റും. പിന്നെ അത്യാവശ്യം നല്ല ടച്ച് റെസ്പോൺസ് ഉള്ള, നല്ല മ്യൂസിക് ക്ലാരിറ്റി ഉള്ള ഒരു ഇൻഫർടൈൻമെന്റ് സ്ക്രീനാണ്. നമുക്ക് USB കണക്ട് ചെയ്ത് വീഡിയോ കാര്യങ്ങൾ പ്ലേ ചെയ്യാനായിട്ട് പറ്റും. ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ വയർലെസ് ആയിട്ട് പറ്റും. പിന്നെ 4 സ്പീക്കർ, 4 ട്യൂട്ടർ, ഒരു സബ് വൂഫറോട് കൂടിയ നല്ല അടിപൊളി 9 സ്പീക്കേഴ്സിന്റെ ഒരു മ്യൂസിക് സിസ്റ്റമാണ് ഈ വാഹനത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇതിനകത്ത് അത്യാവശ്യം നല്ല ക്ലാരിറ്റി ഉള്ള റിവേഴ്സ് ക്യാമറയും കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 360 ക്യാമറയുള്ള ഫീച്ചേഴ്സ് ഒന്നും തന്നെ വരുന്നില്ല. പക്ഷേ ഉള്ളത് നല്ല ക്ലാരിറ്റി ആയിട്ട് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഫുൾ സ്ക്രീനിൽ കാണാനായിട്ടുള്ള ഓപ്ഷൻ കാര്യങ്ങളും വരുന്നുണ്ട്. പാർക്കിംഗ് സെൻസേഴ്സിന് എന്നോട് ചേർന്ന് നമുക്ക് കാണാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ഫ്രണ്ടിൽ നമ്മുടെ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിൽ നമുക്ക് എന്താ പറയുക, പാർക്കിംഗ് സെൻസേഴ്സിന്റെ ഫീച്ചേഴ്സ് അറിയാനായിട്ട് പറ്റും. ഇനി അതിന് താഴത്തേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ ഫിസിക്കൽ കൺട്രോൾസ് കൊടുത്തിരിക്കുന്നു. അതിന് താഴെ AC വെൻസ് ചുറ്റുമുള്ള ഒരു സിൽവർ ഫിനിഷ് കൊടുത്തിട്ടുണ്ട്. അതിന് താഴെ നമുക്ക് ബാക്കിലെ ഡീഫോഗർ ഓപ്പൺ ചെയ്യാനുള്ള ബട്ടൺ കൊടുത്തിരിക്കുന്നു. പാസഞ്ചർ എയർ ബാഗ് ടേൺ ഓഫ് ചെയ്യാനുള്ള ഓപ്ഷൻ. സെൻട്രലിൽ നമുക്ക് ഹസാർഡ് ലൈറ്റിന്റെ ബട്ടൺ കൊടുത്തിരിക്കുന്നു. ഇത് ട്രാക്ഷൻ കൺട്രോൾ, ഇത് ഡ്രൈവ് മോഡുകൾ. അതിന് താഴെ നമുക്ക് ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോളിന്റെ യൂണിറ്റ് കാണാം. ഡ്യുവൽ സോൺ ക്ലൈമറ്റ് കൺട്രോളാണ് ഈ വാഹനത്തിൽ കൊടുത്തിരിക്കുന്നത്. ഡ്രൈവർക്കും കോ ഡ്രൈവർക്കും 2 രീതിയിൽ നമുക്ക് AC ടെമ്പറേച്ചർ സെറ്റ് ചെയ്യാനായിട്ട് പറ്റും. അതിന് താഴെ നമുക്ക് ഇവിടെ ഒരു 65 വാട്ട്സിന്റെ ഫാസ്റ്റ് ചാർജിങ് കൊടുത്തിരിക്കുന്നു. ഇത് USB കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ. നമുക്ക് ഇവിടെ വയർലെസ് ചാർജ് കൊടുത്തിരിക്കുന്നു. ഇത് 6 സ്പീഡ് ടോക്ക് കൺവെർട്ടർ ഗിയർ ബോക്സിന്റെ ഗിയർ ലിവർ കാണാം. ആ ഗിയർ ലിവർ ആണെങ്കിൽ ആ ഗിയർ ലിവറിന് ചുറ്റുമെല്ലാം ഒരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷുള്ള സിൽവർ ഫിനിഷ് കൊടുത്തിരിക്കുന്നു. അത് കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇവിടെ നമുക്ക് 2 കപ്പ് ഹോൾഡേഴ്സ് കാണാം. സെൻട്രലിൽ നമുക്കൊരു ആംറെസ്റ്റ് കൊടുത്തിരിക്കുന്നുണ്ട്. അതിനകത്ത് ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നു. അത്യാവശ്യം നല്ല കംഫോർട്ടായിട്ടുള്ള ഡ്രൈവറാണ്, കോ ഡ്രൈവർ സീറ്റുകളാണ്, ലെതർ സീറ്റുകളാണ് കൊടുത്തിരിക്കുന്നത്. സീറ്റ് ബെൽറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കാണാം. നമുക്ക് സ്പ്രിംഗ് ആയിട്ടുള്ള ഗ്രാബ് ഹാൻഡിൽ കൊടുത്തിരിക്കുന്നു. കോ ഡ്രൈവർ സൈഡിലെ സൺവൈസസ് വിത്ത് ലൈറ്റോട് കൂടിയിട്ടാണ് കൊടുത്തത്. മിറർ ആൻഡ് ലൈറ്റ് വരുന്നുണ്ട്. ഇന്റീരിയർ ലൈറ്റ് കാര്യങ്ങളെല്ലാം ഫുള്ളി LED ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതിനോട് ചേർന്ന് തന്നെ നമുക്ക് ഓട്ടോ ഡിമ്മിംഗ് ഉള്ള IR VMs കൊടുത്തിരിക്കുന്നു. നമുക്ക് റീഡിംഗ് ലൈറ്റുകളെല്ലാം LED ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ നമ്മുടെ ഈ വാഹനത്തിന്റെ ഹൈലൈറ്റ് ആയ ആ ഒരു പനോറമിക് സൺറൂഫ് കാണാം. അതിന്റെ ഫിസിക്കൽ ബട്ടൺസ് കാര്യങ്ങളാണ് ഇവിടെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമ്മൾ ഡ്രൈവർ സൈഡിൽ സൺവൈസസ് വരുന്നുണ്ട്. അതിനകത്ത് ടിക്കറ്റ് ഹോൾഡറോ മിററോ കാര്യങ്ങളൊന്നും തന്നെ ഉൾപ്പെടുത്തിയിട്ടില്ല. ബാക്കി യാത്രക്കാരെ കംഫർട്ട് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം വൈഡായിട്ട് തുറക്കുന്ന ബാക്ക് ഡോറുകളാണ്. ബാക്ക് ഡോറിൽ ഇവിടെ എല്ലാം സോഫ്റ്റ് ടച്ച് മെറ്റീരിയൽ കൊടുത്തിരിക്കുന്നു. നമുക്ക് ഇവിടെ ഒരു സ്പീക്കർ ഗില്ല് കാണാം. ഡോർ ഹാൻഡിൽസ് നമ്മൾ ക്രോം ഫിനിഷിൽ കൊടുത്തിരിക്കുന്നു. പവർ വിൻഡോയുടെ കൺട്രോൾ കൊടുത്തിരിക്കുന്നു. ബാക്കിലെ സീറ്റുകൾ നമുക്ക് 3 പേർക്കുള്ള അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റുകൾ വരുന്നുണ്ട്. നമുക്കൊരു സെൻറ്റർ പാസഞ്ചർ ഇല്ല എങ്കിലും നമുക്ക് നല്ല കംഫർട്ടായിട്ട് ഇരുന്ന് യാത്ര ചെയ്യാൻ പാകത്തിനുള്ള ഒരു സെൻറ്റർ ആംറെസ്റ്റും കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് 2 കപ്പ് ഹോൾഡേഴ്സ് കൊടുത്തിരിക്കുന്നു. ബാക്കിൽ നമുക്ക് ലെതർ സീറ്റുകളാണ് വരുന്നത്. പക്ഷേ സീറ്റിൻ്റെ കളർ വൈറ്റ് ആയതാണ് ഒരു പ്രശ്നം. ഇപ്പോഴേ അതൊരു ചെറിയ രീതിയിൽ മുഷിഞ്ഞ് തുടങ്ങിയിരിക്കുന്നത് നിങ്ങൾക്ക് കാണാം. ബാക്കിലേക്ക് AC വെൻസ് കൊടുത്തിരിക്കുന്നു. ഇവിടെ നമുക്ക് 12 വോൾട്ടിൻ്റെ ചാർജിംഗ് പോർട്ട് കാണാനായിട്ട് പറ്റും. താഴെ ഒരു Type C ചാർജിംഗ് പോർട്ട് കൊടുത്തിരിക്കുന്നു. ഇവിടെയെല്ലാം നമുക്ക് മൊബൈൽ സ്റ്റോർ ചെയ്യാനുള്ള സ്പേസ്. ഫ്രണ്ട് സീറ്റ് എൻ്റെ ഹൈറ്റ് ഞാൻ അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്നത്.
വരുന്നത്. അത്യാവശ്യം നല്ല രീതിയിലുള്ള ലെഗ് റൂം ആൻഡ് നീ റൂം കാണാം. ഹെഡ് റൂം നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഹെഡ് റൂം ഉണ്ട്. പനോറമിക് സൺറൂഫ് ഉണ്ടെങ്കിൽ അതിൻ്റെ ഓപ്പണിംഗ് നമുക്ക് ഇവിടെ വരെയാണ് വരുന്നത്. നല്ല രീതിയിലുള്ള ഹെഡ് റൂം കാണാം. ഒരു 10-15 സെൻറ്റിമീറ്റർ ഹെഡ് റൂം ബാലൻസ് കാണാം. അത്യാവശ്യം വൈഡായിട്ടുള്ള ബാക്ക് സ്പേസ് ആണ്. 3 പേർക്ക് സുഖമായിട്ടിരുന്ന യാത്ര ചെയ്യാനുള്ള സ്പേസ് നമുക്ക് XUV തരുന്നുണ്ട്. ബാക്കിലേക്ക് നമുക്ക് 2 സ്പ്രിംഗ് ആയിട്ടുള്ള ഗ്രാബ് ഹാൻഡിൽ കൊടുത്തിരിക്കുന്ന LED റീഡിംഗ് ലൈറ്റുകൾ കാണാം. അങ്ങനെ അത്യാവശ്യം കംഫർട്ടായിട്ടിരുന്ന് യാത്ര ചെയ്യാൻ പറ്റുന്ന ബാക്ക് സ്പേസ് ആണ് ശരിക്കും XUV-ക്കുള്ളത്. 3XOൻ്റെ സേഫ്റ്റി ഫീച്ചേഴ്സിലേക്ക് വന്നാൽ നമ്മൾ ആദ്യം പറഞ്ഞ രീതിയിൽ കോമ്പാക്ട് SUV സെഗ്മെന്റിലെ ഏറ്റവും സേഫസ്റ്റ് കാർ XUV 3XO ആണ്. ഗ്ലോബൽ എൻക്യാപ്പിൽ 5 സ്റ്റാർ റേറ്റിംഗ് കിട്ടിയ ഒരു വാഹനമാണ്. അതിൻ്റെ കൂടെ തന്നെ ABS, EBD, ട്രാക്ഷൻ കൺട്രോൾ, ഹിൽ ഹോൾഡ്, ഹിൽ ഡിസെൻഡ്, നമുക്ക് എന്താ പറയുക 4 വീലിലേക്ക് ഡിസ്ക് ബ്രേക്ക്, സീറ്റ് ബെൽറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ, അങ്ങനെ ഈ ഒരു സെഗ്മെന്റിൽ അല്ലെങ്കിൽ ഒരു നെക്സ്റ്റ് സെഗ്മെന്റിൽ ഉള്ള വാഹനങ്ങളിൽ കാണാവുന്ന എല്ലാ സേഫ്റ്റി ഫീച്ചേഴ്സും ഈ ഒരു വേരിയന്റിലും അല്ലെങ്കിൽ ഈ ഒരു വാഹനത്തിൽ ഈ ടോപ്പ് എൻഡ് വേരിയന്റിലും മഹീന്ദ്ര ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇനി ഈ വേരിയന്റിന്റെ എഞ്ചിൻ ആൻഡ് ഗിയർ ബോക്സിലേക്ക് പോകുകയാണെങ്കിൽ ടോപ്പ് എൻഡ് വേരിയന്റിൽ വരുന്നത് നമുക്ക് TGDI എന്ന് പറഞ്ഞ ഡ്യുവൽ ടർബോ പെട്രോൾ എഞ്ചിനാണ്. 1.2 ലിറ്റർ ഡ്യുവൽ ടർബോ പെട്രോൾ എഞ്ചിനാണ്. 128 HP ആണ് എഞ്ചിൻ തരുന്ന പവർ. ഈ കോമ്പാക്ട് SUV സെഗ്മെന്റിൽ മോസ്റ്റ് പവർഫുൾ പെട്രോൾ എഞ്ചിൻ വരുന്നത് നമ്മുടെ XUV 3XOന്റെ ഈ ഒരു പെട്രോൾ എഞ്ചിനാണ്. ഓടിക്കാനൊക്കെ നല്ല രസമാണ്. നല്ല ജിൽന്നിരിക്കും. കാല് കൊടുക്കുന്നതനുസരിച്ച് ഇങ്ങനെ കയറി പോകുന്ന ഒരു എഞ്ചിൻ. അതുപോലെ തന്നെ അത്യാവശ്യം ഫ്യൂവൽ എഫിഷ്യൻ്റ് ആണ്. കമ്പനി 18.4 ക്ലെയിം ചെയ്യുന്നുണ്ടെങ്കിലും റിയൽ ലൈഫിൽ ഉപയോഗിക്കുന്നവർക്ക് ഒരു 12-നും 14-നും ഇടയ്ക്ക് മൈലേജ് ലഭിക്കുന്നുണ്ട്. നല്ല രീതിയിൽ ഓവർ കാല് കൊടുക്കാണ്ടൊക്കെ ഓടിക്കുകയാണ് എങ്കിൽ നമുക്കൊരു ആവറേജ് മൈലേജ് ഒരു 12-നും 14-നും ഇടയ്ക്ക് ഈ വാഹനം എക്സ്പെക്ട് ചെയ്യാം. ഈ വാഹനത്തിന്റെ ഓൺ റോഡ് പ്രൈസിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ടോപ്പ് എൻഡ് വരുന്നത് നമുക്ക് ഏകദേശം 17 ലക്ഷം രൂപയുടെ അടുത്താണ് ഓൺ റോഡ് പ്രൈസ് വരുന്നത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് എഴുതുന്നു. മഹീന്ദ്ര റിലേറ്റഡ് ആയിട്ടുള്ള എന്ത് ഇൻഫർമേഷൻ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുക്കാം, നിങ്ങൾക്ക് അവരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ.